സ്റ്റാർട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റാർട്ടാവില്ല. ജസ്റ്റ് കാണിച്ചു തരാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്തുള്ളത് MT15 ആണ്. നമ്മൾ ഇന്ന് ഈ ഒരു MT15 ചെയ്യാൻ പോകുന്നത് ഒരു ഹിഡൻ കിൽ സ്വിച്ച് അല്ലെങ്കിൽ സീക്രട്ട് എൻജിൻ കിൽ സ്വിച്ചാണ് നമ്മൾ ഈ ഒരു ബൈക്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു കിൽ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളെ പൊതുവെ ഇന്നത്തെ ബൈക്കിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് ഹാൻഡിൽ ബാറിൽ ഒരു റെഡ് കളറിലൊക്കെ ആയിട്ട് ഒരു എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻജിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു സ്വിച്ച്. അത് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്വിച്ച് തന്നെയാണ്, എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കിൽ സ്വിച്ച് എന്ന് പറയുന്നത് സീക്രട്ട് എൻജിൻ കിൽ സ്വിച്ചാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബൈക്കൊക്കെ മോഷണം പോകുന്നുണ്ട്. അങ്ങനെ മോഷണം പോകുമ്പോൾ നമുക്ക് ആ ഒരു മോഷണത്തിൽ നിന്നും ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻജിൻ കിൽ സ്വിച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു 2 പീസ്, അതായത് ഈ താഴത്തെ MT എന്ന് എഴുതിയിട്ടുള്ള പീസും മുകളിൽ MT15 എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു പീസും, ഈ 2 പീസാണ് നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്യേണ്ടത് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബൈക്കിൻ്റെ സീറ്റ് ഒന്ന് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കണം. അപ്പോൾ സീറ്റ് അയച്ചെടുക്കുന്നത് പൊതുവേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു കീ ഇടാനുള്ളൊരു സോക്കറ്റ് വരുന്നത്. നമ്മളവിടെ കീ ഇട്ടിട്ട് ജസ്റ്റ് എങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കീ ഒന്ന് ജസ്റ്റ് ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് സീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സീറ്റ് ഊരിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടാങ്കിൻ്റെ നേരെ താഴെയുള്ള 2 പീസ്, ഇപ്പോൾ യമഹൻ്റെ ആ ഒരു ലോഗോ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ താഴെയുള്ളൊരു പ്ലാസ്റ്റിക് പീസും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ പ്ലാസ്റ്റിക് പീസും ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് റിമൂവ് ചെയ്തെടുക്കാനായിട്ടുള്ള കുറച്ച് അലൻ ബോൾട്ടുകളും അതേപോലെ തന്നെ സ്ക്രൂകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നും നമുക്ക് ഇവിടെ ഒരു അലൻ ബോൾട്ട് ലൂസാക്കാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്. അപ്പം അതൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ക്ലിപ്പ് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസും അതേപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതും ഒന്ന് പോയിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്, ഒന്നാമത്തേന്ന് പറയുമ്പം ഈ ഒരു സ്വിച്ചാണ്. അത് ഇതേ മോഡലിനെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വിച്ച് യൂസ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുമ്പം നമുക്ക് ഇതേപോലത്തെ ഒരു വയറാണ്. അപ്പോൾ ഞാൻ കുറച്ച് വയർ എടുത്തിട്ടുള്ളത് കാറിൽ സ്പീക്കറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പീക്കർ വയേഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഇൻസുലേഷൻ ടൈപ്പ് വയറൊക്കെ നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ പ്ലസ് സ്ക്രൂ ഡ്രൈവർ ആണ്. രണ്ടാമത്തേന്ന് പറയുമ്പം ഒരു 10 mm സ്പാനറാണ്, ഡബിൾ എൻഡ് മതി. പിന്നെയെന്ന് പറയുമ്പം ഒരു എലൻ കീ വേണം, അത് ചെറുതാണ്. പിന്നെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടൂളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ടൂൾസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിലില്ലാത്ത ഒരു സാധനം കൂടി ആവശ്യമുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാറിൻ്റെ ഒക്കെ ആക്സസറീസിൻ്റെ ഷോപ്പിൽ പോയാൽ മതി. ബൈക്കിൻ്റെ ആക്സസറീസിൻ്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഹോൺ കണക്റ്റേഴ്സ് കിട്ടും. ഇതൊന്ന് മേടിച്ച് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സമയം കളയണ്ട. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്വിച്ചിലേക്ക് ഈ വയറിൻ്റെ ഒരറ്റം കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരറ്റത്തെ 2 വയറുകൾ എടുത്തിട്ട് ഈ ഒരു സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പം ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് ബൈക്കിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ബൈക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു സ്വിച്ചിലേക്ക് വയറിൻ്റെ ഒരറ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തായാലും ബൈക്കിൽ ചെന്നിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബൈക്കിൽ നമ്മൾ ഈ ഒരു കിൽ സ്വിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഈ 2 പീസ്, അതായത് മുകളിലെയും ടാങ്കിൻ്റെ ആ ഒരു ലോഗോൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് നേരെ താഴെയുള്ള ആ ഒരു 2 പീസായിട്ടാണ് ഇവിടെ വരുന്നത്. അത് 2 പീസ് നമ്മൾ അയച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു സീക്രട്ട് എൻജിൻ കിൽ സ്വിച്ച് ഈ ഒരു MTയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലത്തെ പീസ് അഴിച്ചെടുക്കാനുള്ള എല്ലാ ബോൾട്ടുകളും അതേപോലെ തന്നെ ക്ലിപ്പും ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലത്തെ പീസ് റിമൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മാത്രം മതി. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ലോക്കുകളാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീസ് പോരും. അപ്പോൾ നമ്മൾ എന്തായാലും മുകളിലത്തെ ആ ഒരു പ്ലാസ്റ്റിക് പീസ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് റിമൂവ് ചെയ്യാനുള്ളത് MT എന്ന് എഴുതിയിട്ടുള്ള അതിൻ്റെ നേരെ താഴെയുള്ള ആ ഒരു പ്ലാസ്റ്റിക് പീസാണ്. ആ പ്ലാസ്റ്റിക് പീസ് റിമൂവ് ചെയ്യാനായിട്ട് ഒരു അലൻ ബോൾട്ട് അതിലുണ്ടായിരുന്നു, അത് നമ്മൾ നേരത്തെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത് ഒരു ഡബിൾ ആൻഡ് സ്പാനറാണ്. അത് 10 mm. അത് നമ്മളെടുത്തിട്ട് ഈ ഒരു 2 10 mm ബോൾട്ടും കൂടെ റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താഴത്തെ പ്ലാസ്റ്റിക് പീസും കൂടെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു താഴത്തെ പീസ്
റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിപ്പും കൂടെ അവിടെ ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ക്ലിപ്പാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. അതും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താഴത്തെ പ്ലാസ്റ്റിക് പീസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും താഴത്തെ പീസ് അയച്ചെടുക്കാനുള്ള എല്ലാ ബോൾട്ടുകളും അതേപോലെ തന്നെ ക്ലിപ്പുകളും അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പീസ് എന്തായാലും എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എൻജിൻ സീക്രട്ട് കിൽ സ്വിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു MT15 അല്ലെങ്കിൽ പൊതുവെ എല്ലാ ബൈക്കിലും നമുക്ക് ഇതേ ഒരു മെത്തേഡ് തന്നെ ചെയ്യാം. MT15 നമ്മൾ ഈ ഒരു ഇഗ്നീഷൻ കോയിൽ വരുന്നത് റൈറ്റ് സൈഡിലാണ്. അതിനാണ് നമ്മൾ റൈറ്റ് സൈഡിലെ ഈ പ്ലാസ്റ്റിക് പീസൊക്കെ റിമൂവ് ചെയ്തത്. അപ്പം ഈ ഒരു ഇഗ്നീഷൻ കോയിലിലേക്ക് വരുന്ന 2 വയറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു വയർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കിൽ സ്വിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ആ സ്വിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളെ താല്പര്യത്തിനനുസരിച്ച് അത് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇഗ്നീഷൻ കോയിലിലേക്ക് വരുന്ന ഒരു വയറാണിത്. അതേപോലെ തന്നെ അപ്പുറത്തൊരു വയറും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലെ ഈ ഒരു വയർ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഇതിലേക്കൊരു വയർ കൊടുത്ത് അതേപോലെ തന്നെ ആ സ്വിച്ചിലെ തന്നെ മറ്റേ അറ്റം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇഗ്നീഷൻ കോയിലിലേക്കും കൊടുത്തിട്ടാണ് ഈ ഒരു സ്വിച്ച് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഗ്നീഷൻ കോയിലിലേക്കുള്ള ഒരു വയർ അയച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റാർട്ടാവില്ല. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ആ ഇഗ്നീഷൻ കോയിലിലേക്കുള്ള ഒരറ്റത്തെ വയർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്വിച്ച് എടുത്തിട്ട് അതിൻ്റെ മറ്റേ 2 അറ്റം ആ വയറിൻ്റെ തന്നെ ഒരറ്റം നമ്മൾ ഇഗ്നീഷൻ കോയിലിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ അറ്റം ആ വയറിൻ്റെ ആ ഒരു സോക്കറ്റിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഹോണിന് കണക്ട് ചെയ്യുന്ന ആ ഒരു പിന്ന് വേണമെന്ന് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഈ ഒരു വയർ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ ആ ഒരു ക്ലിപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മേടിച്ചിട്ട് ആ ക്ലിപ്പ് ഈ വയറിൻ്റെ എൻഡിൽ കണക്ട് ചെയ്തിട്ട് വേണം ഇത് നേരെ ഇഗ്നീഷൻ കോയിലിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ഈ ഒരു എൻജിൻ്റെ കിൽ സ്വിച്ച് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സീക്രട്ട് എൻജിൻ കിൽ സ്വിച്ച് നിങ്ങൾക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ പറ്റും. അത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പം ഈ ഒരു ഇഗ്നീഷൻ കോയിലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ വയർ ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹോണിൻ്റെ കണക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു കണക്ടർ അതിലേക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കണക്ടറും കൂടെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മേടിക്കാഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇരിക്കുന്നത് ഓഫ് പൊസിഷനിലാണ്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ വണ്ടി സ്റ്റാർട്ടാവോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് വർക്കിംഗ് ആണ്. കാരണം നമ്മളെ സ്വിച്ച് ഇപ്പോൾ ഓഫ് പൊസിഷനിലായപ്പോൾ തന്നെ നമ്മളെ വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവുന്നില്ല. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മളെ ബൈക്ക് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടാവുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വർക്ക് എന്നുള്ളത് സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇട്ടപ്പം നമ്മളെ വണ്ടി എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ ബൈക്കിലും ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അത് MT15 മാത്രമല്ല, ഏത് ബൈക്കിലും ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഗ്നിഷൻ കോയിലിലേക്ക് ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്തിട്ട് ഒരു ഹിഡൻ അല്ലെങ്കിൽ ഒരു സീക്രട്ട് എൻജിൻ കിൽ സ്വിച്ച് ആയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതായത് പൊതുവെ കൂടുതലായിട്ടും നമ്മളെ ബൈക്ക് മോഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് അവരെ തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എന്തായാലും ഈ ഒരു യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.